റിയലി? ഡാഡി സമ്മതിച്ചോ? ഓ യെസ്, ഞാനൊരു ഗംഭീര സദ്യ ഇവിടെ അറേഞ്ച് ചെയ്യാം. ഓക്കെ ഓക്കെ, ബൈ, സീ യു. ആരായിരുന്നു ഫോണിൽ? ഭാസ്കരേട്ടൻ. ഡാഡി വേണ്ട, കാസറ്റോ? ഏത് കാസറ്റ്? ഈ കാര്യത്തിൽ എന്നെ വഴക്ക് പറഞ്ഞ കാസറ്റ് എന്ന് പറയാൻ ഭാസ്കരേട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇതെന്ത് പറ്റി? പിച്ച കിട്ടിയില്ല, പട്ടി കടിക്കുകയും ചെയ്തു. അതുപോലെ അയലോടി എന്റെ ഗതി. എന്തൊക്കെയാ പറയണേ? വിരുന്നെടുക്കണോ? അത്രേ. വിരുന്നോ? ആർക്ക്? നിന്റെ അച്ഛൻ മേലെ വീട്ടിൽ മാധവമേനോന്. മരിച്ച അച്ഛന് വിരുന്നൊരുക്കാൻ ഇന്നെന്താ കർക്കിടകവാണോ? എടി, നിനക്കറിയോ, പണ്ട് നീ എന്നെ വലവീശി പിടിച്ചതുപോലെ ഇപ്പൊ വലയം കൊണ്ട് ഇറങ്ങിയിരിക്കുക നിന്റെ മോള്. എന്തായാലും എനിക്ക് ഒരു സമാധാനമുണ്ട്. എനിക്ക് പറ്റിയതുപോലെ ഒരു അബദ്ധം എന്റെ മോക്ക് ഒരിക്കലും പറ്റില്ല. മോള് പറഞ്ഞതുപോലെ എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ. എന്തോന്ന്? കാസറ്റ്. ഇതെന്താ ഇവിടെ? ഞങ്ങൾക്ക് ലഞ്ച് ഇന്ന് ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതെ, ഒരു ഉച്ചയൂണെങ്കിലും കഴിച്ചേ പറ്റുള്ളൂ. ഡോക്ടർക്ക് ഭയങ്കര നിർബന്ധം. ഭാസ്കര, ഇരക്കുന്നവന്റെ വീട്ടിൽ കയറി തുറക്കാൻ മെനക്കെടണ്ട. നൗ യു ആർ ബോഡി ഗാർഡ്. ഞങ്ങളുടെ ശരീരം സംരക്ഷിച്ചാൽ മതി, ഉപദേശം വേണ്ട. അതെ, നിങ്ങളായിരിക്കും. ഹലോ, കമോൺ കമോൺ. എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? വന്നാലും ഞങ്ങൾ ലേറ്റ് ആയില്ലല്ലോ. ഇല്ല, വാ നടക്കടി. ഹലോ ഇൻസ്പെക്ടർ, കമാൺ. വിളിക്കേ പാവം. എന്തുപറ്റി? ഒന്ന് സ്മാർട്ട് ആവോ? മുഖഭാവം കാണുമ്പോ 5-10 ഗോള് വിട്ട ഒരു ഗോളിയെ പോലുണ്ടല്ലോ. സ്വപ്ന സൗധങ്ങൾ തകർന്നു വീഴുമ്പോ സ്വബോധം നഷ്ടപ്പെടുന്നു അല്ലേ? ഡ്യൂട്ടി ഫസ്റ്റ്, കം വിത്ത് മീ. ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ്. അതെ, വിശക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. വിശക്കുന്നില്ല എങ്കിലും തുടങ്ങാം. എല്ലാ ഒരുക്കങ്ങളും അഞ്ചുമോളുടെ വകയാ. അടുക്കള കയറാത്ത കുട്ടിയാ, പക്ഷേ ലഞ്ചിനുണ്ടെന്ന് അറിഞ്ഞപ്പോ അവൾ അങ്ങ് അടുക്കള പറഞ്ഞ ഏറ്റെടുത്തു. വരൂ 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 വരൂ. വരാ വരാ. അമ്മാവാ, ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വരാൻ. എന്താടാ? ലക്ഷങ്ങൾ കണ്ടപ്പോ കാല് മാറി അല്ലേ? എന്റെ ഇപ്പോഴത്തെ അവസ്ഥ നിനക്ക് മനസ്സിലാവില്ല ഭാഗ്യനാഥ. കാലനും കാലക്കാര് പിടിക്കൊന്നും കേട്ടിട്ടില്ലേ? ഞാനിപ്പൊ കാലക്കാര് പിടിച്ച കാലനേ. പോലീസുകാരനെ മഹസർ എഴുതാൻ പഠിപ്പിക്കല്ലേ? ചോരക്കുഞ്ഞ് പെണ്ണാണെന്ന് അറിഞ്ഞ അന്ന് രാത്രി മുതുമുത്തച്ഛന്മാർക്ക്. എടാ, ചത്ത മുത്തച്ഛന്മാർ എനിക്ക് കാസറ്റ് മേടിച്ചു തരുവോ? കാസറ്റോ? ഏത് കാസറ്റ്? അതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവത്തില്ല. കാസറ്റ്. ഇനിയിപ്പൊ അമ്മാവന്റെ നീല കാസറ്റ് വല്ലതും ഭാസ്കരന്റെ കാണുമോ? നാണക്കേട്. വയസ്സ് കാലത്ത് പുസ്തകം നോക്കിയുള്ള പാചകമല്ലേ, ഉപ്പ് കൂടാൻ സാധ്യതയുണ്ട്. നോക്കി നിൽക്കാതെ വിളമ്പ് മോളെ. എടി വിളമ്പടി. കണ്ടല്ലോ, പെണ്ണും പണവും പദവി ആണിന്റെ പുറകെ വരണം. അതാണ് ആണത്തം. മനസ്സിലായി. ഏതായാലും ഇത്രയും വരെ എത്തിയ സ്ഥിതിക്ക് ഞാനൊരു കളി കളിക്കാൻ പോവാ. എന്ത് കളി? വോളിബോൾ. നമുക്ക് ഗോദയിൽ വെച്ച് കാണാം. ഹയർ അതോറിറ്റീസിന്റെ കൺകറൻസോട് കൂടിയാണ് ഞാൻ ഈ പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയത്. ഭീകരവാദം, കള്ളക്കടത്ത്, അങ്ങനെ 100 കൂട്ടം പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യം ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 50 ലക്ഷത്തിന്റെ ഒരു ഭീകരനെ കൊന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനിടയ്ക്ക് 25 ലക്ഷവുമായി ഈനാശു എന്നൊരു പെരുങ്കള്ളൻ മുങ്ങി. അവൻ മുങ്ങിയതല്ല, അവനെ മുക്കിയതാണ്. ആര് മുക്കി? ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ഇതേ പോലീസുകാർ തന്നെ. KV ഭാസ്കരൻ, മാത്യു ജോസഫ്. പോലീസുകാർ ഈനാശുവിനെ എന്തിനു ഒളിപ്പിക്കണം? ഒളിപ്പിച്ചോ കൊന്നോ എന്ന് വ്യക്തമല്ല. ഈനാശുവിന്റെ കയ്യിലുള്ള 25 ലക്ഷം തട്ടിയെടുക്കലാണ് ഈ സംഭവത്തിന് പിന്നിലുള്ള ഉദ്ദേശമെന്ന് ഞാൻ ബലമായി സംശയിക്കുന്നു. ഈ ആരോപണം എന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഉന്നയിക്കുന്നതാണോ? ഏയ്, ഒരിക്കലുമല്ല. വ്യക്തിപരമായി ഈ ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന 2 വ്യക്തികളാണവർ. പക്ഷെ തെറ്റാര് ചെയ്താലും തെറ്റാണ്. ഭാസ്കരനും മാത്യു ജോസഫും സസ്പെൻഷനിലാണ്. 7-ാം തീയതിക്കകം അവർ ഈനാശുവിനെ ഹാജരാക്കുന്നില്ല എങ്കിൽ ഭീകരന്റെ തലയുടെ വില എന്ന നിലയ്ക്ക് അവർക്ക് കിട്ടാൻ പോകുന്ന 50 ലക്ഷം രൂപ ഫ്രീസ് ചെയ്യണമെന്ന് ഞാൻ മേലധികാരികളോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അവരതിന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിമിനൽസിനെ അടിച്ചമർത്തേണ്ട പോലീസുകാർ തന്നെ സ്വയം ക്രിമിനൽസ് ആയി മാറുന്ന അവസ്ഥ നമ്മൾ ഒരിക്കലും അനുവദിക്കാൻ പാടില്ല. ജീവൻ പോലും തൃണവൽ ഗണിച്ചാണ് ഈ അന്താരാഷ്ട്ര ഭീകരനെ ഞങ്ങൾ കൊലപ്പെടുത്തിയത്. ഈ ഇൻസ്പെക്ടർ ആര്? ഞങ്ങളുടെ സെക്യൂരിറ്റി വെറും 7-ാം കൂലി. 50 ലക്ഷം രൂപ ഞങ്ങൾക്ക് തരണോ വേണ്ടോ തീരുമാനിക്കാൻ ഇവരാര്? ഈനാശു എന്ന കള്ളനെ പിടിച്ച് അവന്റെ കയ്യിലുള്ള 25 ലക്ഷം രൂപ നിങ്ങൾ കൈവശപ്പെടുത്തിയെന്നാണ് ആരോപണം. എന്നിട്ട് 25 ലക്ഷം രൂപ ഞങ്ങൾ എന്ത് ചെയ്തു? എന്ത് ചെയ്തു എന്ന് ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞങ്ങൾ കൈവശപ്പെടുത്തി എന്നുറപ്പുള്ളവൻ ഞങ്ങൾ ആ തുക എന്ത് ചെയ്തു എന്ന് കൂടി പറയട്ടെ. ഞാൻ പറയാം. 25 ലക്ഷം രൂപ ഞങ്ങൾ പുഴുങ്ങി തിന്നു.
എന്തായാലും 7-ാം തീയതിക്ക് മീനാക്ഷിനെ ഹാജരാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ 50 ലക്ഷം രൂപ സർക്കാരിന്റെ അക്കൗണ്ട് SI ഭാഗ്യനാഥ് ഫ്രീസ് ചെയ്യിക്കും. അതിനുള്ള പണി അയാൾ ഒപ്പിച്ചു കഴിഞ്ഞു. ആണോ? എങ്കിൽ ആ തെണ്ടിയോട് പറഞ്ഞേക്ക് 7-ാം തീയതി എന്ന് പറയുന്ന ഒരു തീയതി ഉണ്ടെങ്കിൽ ഈ രാശിവിനെ ഞങ്ങൾ ഹാജരാക്കിയിരിക്കും. തെണ്ടി എന്ന് തന്നെ പത്രത്തിൽ കൊടുക്കാലോ? കൊടുക്കാം. ഓക്കെ, താങ്ക് യു. തീയതി ഈനാശുവിനെ എവിടെ നിന്ന് കിട്ടും? എനിക്കറിയാൻ പാടില്ല. അപ്പൊ പിന്നെ പറഞ്ഞതോ? പറയാതിരുന്നിട്ടെന്ത് കാര്യം? ഭഗവാനെ, ഈ ദ്രോഹി കാരണം കൈ കിട്ടി 50 ലക്ഷം രൂപ. സൂര്യഗോളത്തിന് ചൂടില്ല എന്ന് പറ, വിശ്വസിക്കാം. രാജബമ്പാലയ്ക്ക് വിഷമില്ല എന്ന് പറ, അതും വിശ്വസിക്കാം. പക്ഷേ പോലീസുകാരെ നമ്പാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ കള്ളന്മാരത് വിശ്വസിക്കാറില്ല. നിങ്ങൾക്ക് പോകാം. കമ്മാരന്റെ വിശ്വാസത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഒന്നും ഓർക്കണം, ഞങ്ങളുടെ തലയിൽ ഇപ്പൊ തൊപ്പിയില്ല. ഈ അവസ്ഥയിൽ മുമ്പോട്ട് പോയാൽ കമ്മാരന്റെ തൊഴിൽ ഞങ്ങൾ ചെയ്യേണ്ടി വരും. കമ്മാര, ഞങ്ങൾക്ക് 2 വഴികളേ ഉള്ളൂ. ഒന്നുകിൽ ഈനാശു, അല്ലെങ്കിൽ ആത്മഹത്യ. എങ്കിൽ രണ്ടാമത്തെ വഴി ഉടനെ നോക്കൂ. ഈ 25 ലക്ഷവും ഈനാശും തമ്മിൽ ഒരു ബന്ധവുമില്ല. കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ തട്ടുന്നവരാ നിങ്ങൾ പോലീസുകാർ. അങ്ങനെ ഇപ്പൊ ഈനാശുവിനെ ബലിയാടാക്കേണ്ട ഒരു കാര്യമില്ല. ഇല്ല കമ്മാര, ഈനാശുവിനെ ഞങ്ങൾ ഏത് വിധേനയും രക്ഷിക്കും. വാസ്തവം, അവൻ കുറ്റം ചെയ്തിട്ടില്ല സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ ഒക്കും. ശരി, ഇനി ഈനാശുവിനെ ഹാജരാക്കി എന്ന് തന്നെ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് അതുകൊണ്ടുള്ള നേട്ടം കമ്മാര, മനുഷ്യത്വപരമായ കൊല. എടോ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ലോകത്തുള്ള എല്ലാ മനുഷ്യരും ശത്രുക്കളാണ്. കള്ളന്മാർക്ക് മനുഷ്യത്വം പാടില്ല. ഭീകരനെ കൊന്ന വകുപ്പിൽ 50 ലക്ഷം രൂപ കിട്ടുമ്പോ അതിൽ നിന്നൊരു 10 ലക്ഷം ഞാൻ കയറാൻ കൂടോ? ആലോചിച്ചിട്ട് പിന്നെ പറഞ്ഞാൽ മതി. വേണ്ട, തന്നേക്കാം, ഉറപ്പായിട്ടും തന്നേക്കാം. അത് മാത്രം പോരാ, ഇനി അങ്ങോട്ട് ഞങ്ങളുടെ എല്ലാ ചെലവും വഹിക്കണം. ഞങ്ങളെ പരിചരിക്കണം. ഞങ്ങൾക്ക് വിടുവേല ചെയ്യണം. ഞങ്ങൾ എന്ത് പറഞ്ഞാലും അതനുസരിക്കണം. പറ്റുമോ? പറ്റും. പറ്റും. എന്താണാവോ? എന്റെ വളരെ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു പോലീസുകാരെ കൊണ്ട് പാദസേവ ചെയ്യിക്കണമെന്ന്. ഇന്നത് നടന്നു. കട്ട കുറ്റത്തിന്, കക്കാത്ത കുറ്റത്തിന് തൊണ്ടു മുതലെടുപ്പിക്കാൻ അങ്ങനെ പലതിനും കേരളത്തിലെ ഒട്ടുമിക്ക പോലീസുകാരും എന്റെ മേലാസകലം കയറി ഇറങ്ങിയിട്ടുണ്ട്. സസ്പെൻഷനിലാണെങ്കിലും നിങ്ങളും പോലീസുകാരാണല്ലോ. അമുക്ക് 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 അമുക്കുകളെ. ഇത് കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ വിസ്തരിച്ചൊന്ന് കുളിക്കണം. അതിനുശേഷം വിഭവസമൃദ്ധമായ ഊണ്. ഞാൻ പറഞ്ഞ വിഭവങ്ങളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടല്ലോ. സിംഹവാലം കുരങ്ങിന്റെ ഇറച്ചി മാത്രം കിട്ടിയില്ല. ഞങ്ങളുടെ സസ്പെൻഷൻ ഒന്ന് കഴിഞ്ഞോട്ടെ. ഇതേ രീതിയിൽ തന്നെ നിന്നെ കിടത്തി ഉലക്ക കൊണ്ട് ഒഴിയുന്നുണ്ട്. ജോലി തിരികെ കയറിയിട്ട് ഫുട്ബോൾ ഇട്ട് തട്ടിക്കളിക്കുന്ന പോലെ എന്നെ തട്ടിക്കളിക്കാവുന്നല്ലേ തന്റെ മനസ്സിലിപ്പോ? കണ്ണീ ചോരയില്ലാത്ത വർത്താനം പറയല്ലേ കമ്മാര. നാളെയാണ് 7-ാം തീയതി. ഈനാശുവിനെ ഞങ്ങള് പോലീസുകാരല്ല, കള്ളന്മാരാണ്. കള്ളന്മാര് വാക്ക് പറഞ്ഞ വാക്കാ. പൊക്ക് പൊക്ക് പൊക്ക്, കുളിമുറിയിലേക്ക് പൊക്ക്. കിടന്ന് നിലവിളിക്കലുടെ റോട്ടിൽ കൂടി ആൾക്കാർ പോകുന്നുണ്ട്. സന്തോഷം കൊണ്ട് ഒറ്റ പൊന്നി പോയതാണ് ഈനാശു. വന്നാട്ടെ, വന്നിരുന്നാട്ടെ. വന്നു. ഈനാശു, എനിക്കിപ്പോഴാ ജീവൻ വന്നത്. അല്ല, എന്റെ ആശാൻ എവിടെ? ആശാൻ ബാറിലോട്ട് പോയി അടിച്ച് പൂസാകാൻ. ഇപ്പൊ ഞങ്ങളുടെ ചെലവിലാണല്ലോ. ആശാൻ ഒരു കത്ത് കൊടുത്ത് വിട്ടിട്ടാ ഞാനിവിടെ വന്നത്. ഞാൻ നാളെ സ്റ്റേഷനിൽ ഹാജരായില്ലെങ്കിൽ അതെ, ഞങ്ങളുടെ ജോലി പോവും. 50 ലക്ഷം വെള്ളത്തിലാവും. എന്റെ ആശാൻ പറഞ്ഞ ഞാൻ എന്തും അനുസരിക്കും. അല്ലെങ്കിൽ ഈ ഒളിവ് ജീവിതം എനിക്ക് മടുത്തു. പിന്നെ രസമായിരുന്നു. ഇതിന്റെ ഇടയിൽ തകർപ്പൻ 2 മോഷണം ഞാൻ നടത്തി. ആണോ? വെരി ഗുഡ്. എവിടെയൊക്കെ? പല സ്ഥലങ്ങളിലും. ഞാനാണ് മോട്ടിച്ചെന്ന് ദേവേന്ദ്രൻ പോലും കണ്ടുപിടിക്കില്ല. അതുപോലുള്ള വേലകളല്ലേ ഞാൻ ഒപ്പിക്കണത്. ഞാൻ വെല്ലുവിളിക്കുന്നു. CBIക്ക് പോലും എന്നെ പിടിക്കാൻ പറ്റുന്ന പറ്റണം. എന്റെ ജീവിതത്തിൽ വലിയൊരു ആഗ്രഹമുണ്ട് ഈനാശു. ഈനാശു വിചാരിച്ചാൽ അത് നടക്കും. എന്താഗ്രഹം? ഒരു പോലീസുകാരൻ ഇങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചു കൂടാത്തതാണ്. പക്ഷേ ഇത് തെറ്റല്ല, കുറ്റമല്ല. ഒരു ദ്രോഹിയെ കുത്തുപാള എടുപ്പിച്ചാൽ ദൈവം പോലും നമ്മുടെ കൂടെ നിൽക്കും. SI ഭാഗ്യനാഥന്റെ വീട്ടിൽ കയറി അവിടെ ഒന്ന് വെളുപ്പിച്ചെടുക്കാൻ ഈനാശുവിന് പറ്റുമോ? പറ്റോ ഇല്ലേ അങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും വേണ്ട. ഇതൊക്കെ എനിക്കും താല്പര്യമുള്ള കേസ് തന്നെ. ക്ലീൻ ആക്കി തരുന്ന കാര്യം ഞാൻ ഏറ്റു. എങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ പോവാണ്. ഒരു പ്ലാൻ ഉണ്ടാക്കണം.
മോഷ്ടിക്കണം, തൊണ്ടി കൊണ്ട് ഒളിപ്പിക്കണം, തെളിവുകൾ നശിപ്പിക്കണം. നേരം വെളുത്തു പോവും. പിന്നെ നാളെ കാലത്ത് ഞാൻ സ്റ്റേഷനിലെത്തേക്ക് ആച്ചോണ്ട് പറഞ്ഞേരി. ഈ തൊഴിലെന്ന് പറഞ്ഞാലുണ്ടല്ല, അത് എനിക്കൊരു ഒരു ഒരു ഹരമാണ്. പറഞ്ഞോളെ. ഓക്കെ. പോകോ കൈ വിട പരീക്ഷകളെ. എത്ര കുടിച്ചാലും പരസഹായമില്ല നടക്കാൻ ഇക്കമാരന് കഴിയും. അച്ഛനെ ഈനാശ് വന്നിരുന്നു, ഇപ്പൊ അങ്ങോട്ട് പുറത്തോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. എങ്ങോട്ടിറങ്ങി? അത് ഞങ്ങളെ ഈ ഗതിയിലാക്കിയ SI ഭാഗ്യനാഥനിട്ടൊരു പണി കൊടുക്കാൻ വേണ്ടിട്ടാ. പണയോ? എന്ത് പണിയടാ? ഒരു ചെറിയ പണി. SI ഭാഗ്യനാഥന്റെ വീട് നീനാശു കാലിയാക്കും. ഞാൻ വല്ലതും പറഞ്ഞാല് എന്റെ നിയന്ത്രണം പറ്റൂ. നാളെ സ്റ്റേഷനിൽ ഹാജരാക്കാനുള്ള പ്രതിയെ മോഷ്ടിക്കാൻ പറഞ്ഞേച്ച് നീയൊക്കെ പോലീസുകാരോടാ പന്നികളെ. അല്ല, അവൻ ഒരുപാട് മോഷണം നടത്തി അവന്റെ തന്തയാ മോഷ്ടിച്ചിട്ടുള്ളത്. ഇന്ന് വരെ സ്വന്തമായ ഒരു മോഷണം നടത്തി വിജയിക്കാൻ കഴിയാത്തവനാണ് അവൻ. ആരാമാര് തന്നെ. ആരാ കമ്മാരാ അത്? നിന്റെ തണ്ട. ഈ നോശനെ നാളെ സ്റ്റേഷനിൽ ഹാജരാക്കിയ എന്നെ തട്ടിക്കളയൊന്ന്. അയ്യോ, അവരൊന്നും ചെയ്യില്ല. ശരിയാ, കേറി വാതിലടയ്ക്കാം. നീ എന്തിനോട് വന്നു? നീ ആരാണ്? തോക്കല്ലെന്ന് മനസ്സിലായല്ലേ? നീ എന്തിനോട് വന്നു? ഒച്ച വെക്കരുത്. അഞ്ചു കുഞ്ഞ് പറഞ്ഞിട്ട് വന്നതാ. ഞാൻ അഞ്ചു കുഞ്ഞ്? ഇവിടുത്തെ ഇൻസ്പെക്ടർ റഹ്മാന്റെ എർത്ത്. എന്താ ഈ പാതിരാത്രി? പറഞ്ഞുതരാം. ഭാഗ്യനാഥൻ സാർ അഞ്ചു കുഞ്ഞ് ഇന്ന് പകലൊരു പന്തയം വെച്ചു. ആരെങ്കിലും വിട്ട് സാറിന്റെ ശമ്പളം മോട്ടിക്കുന്ന അഞ്ചു കുഞ്ഞ് പറ്റില്ലെന്ന് സാറും. എന്തിന്? പറയാം. അങ്ങനെ മോഷ്ടിക്കാൻ കഴിഞ്ഞാൽ നാളെ തന്നെ കുഞ്ഞിന്റെ കഴുത്തിൽ താലി കെട്ടുന്ന സാറും. എങ്ങനെയുണ്ട് പന്തയം? നല്ല ബെസ്റ്റ് പന്തയം. എന്നിട്ട് സാറിന്റെ കാശ് മോഷ്ടിക്കാൻ താൻ എന്നെ ഒന്ന് സഹായിക്കണം. അത്രേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അങ്ങനെയെങ്കിലും പുര നിറഞ്ഞു നിൽക്കുന്ന സാറിന്റെ കല്യാണം ഒന്ന് കഴിയട്ടെ. എന്റെ പകുതി പണി കുറഞ്ഞു കിട്ടും. പതുക്കെ പതുക്കെ അളമാരി ശരിക്ക് തുറക്ക്. ഇവിടെ അതല്ല, ഞാൻ എടുത്തു തരാം. ഇതല്ലാന്ന്. അതൊന്നും കാണട്ടെ. അതവിടെ വെക്കും. അതവിടെ വെക്കും. അതല്ല ഇതിലല്ലേ ഇതിലോ? അയ്യോ അയ്യോ സാറേ, സാറിന് വേണ്ടിയാ. പറഞ്ഞു വിട്ടതാ. വിശ്വസിക്കാൻ പിടിച്ച് കെട്ടിയതാ. പറഞ്ഞു പറ്റിക്കേ.
മണി 10 കഴിഞ്ഞു, 11 കഴിഞ്ഞു, ദേ 12 ആകാൻ പോകുന്നു. പത്രക്കാരെയും ഫോട്ടോഗ്രാഫേഴ്സിനെയും ഒക്കെ വിളിച്ചു വരുത്തിയിട്ട് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേട് ഉണ്ടാക്കി വെക്കല്ലേ ഭാസ്കര. ഞങ്ങൾ നിൽക്കണോ അതോ പോണോ? ഞാൻ ആരെയും വിളിച്ചു വരുത്തിയിട്ടില്ല. ശരിയാ, ഞാൻ വിളിച്ചു വരുത്തിയതാ. നിന്റെ വീരവാദം കേട്ട് ഈനാശുവിനെ നീ ഹാജരാക്കുമെന്ന് ഞാൻ വിശ്വസിച്ചു. നിന്റെ വിജയം ഒരു മഹത്തായ സംഭവമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് എല്ലാവരും വിളിച്ചു വരുത്തിയത്. ഈനാശു കാൽനടയായിട്ടാണോ അതോ കാറിലാണോ വരുന്നത്? മിക്കവാറും ഹെലികോപ്റ്ററിലായിരിക്കും. നിന്റെ നിരാശ എനിക്ക് മനസ്സിലാകും. നിന്നോട് എനിക്ക് സഹതാപമുണ്ട്. നിനക്കൊരിക്കലും ജയിക്കാൻ കഴിയില്ലല്ലോ എന്ന് ഓർക്കുമ്പോ. ജയിക്കൂടാ, ജയിക്കും. ഈ അഹന്തയാണ് നിന്റെ പതന കാരണം. തോറ്റെന്ന് സമ്മതിക്ക്, മാപ്പ് പറ. എങ്കിൽ ഈനാശുവിനെ കണ്ടുപിടിക്കാൻ ഞാനും സഹായിക്കാം. പരാജയം സമ്മതിക്കുന്നില്ല എങ്കിൽ ഞാനൊരു കഥ എഴുതും. ആ കഥയുടെ പേര് ഒരു കള്ളനെ വിശ്വസിച്ച പോലീസുകാരന്റെ കഥ എന്നായിരിക്കും. ഭാസ്കര, ഈനാശുവിനെ വരുത്താൻ നിനക്ക് കഴിയില്ല മോനെ. നിങ്ങളെയൊക്കെ ഞാനൊരു സ്ഥലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവാം. പോലീസിന്റെ നിഷ്ക്രിയത്വം നിങ്ങൾക്കൊക്കെ എന്നും ഇഷ്ടപ്പെട്ട വിഷയമാണല്ലോ. പക്ഷെ നാളത്തെ പത്രത്തിൽ ഒരു സബ് ഇൻസ്പെക്ടറുടെ വിജയം എന്ന തലക്കെട്ടോടുകൂടി ആയിരിക്കും നിങ്ങൾക്ക് വാർത്ത എഴുതേണ്ടി വരിക. അതോടൊപ്പം കള്ളന്മാരും ചില പോലീസുകാരും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തെക്കുറിച്ചും നിങ്ങൾക്ക് എഴുതാതിരിക്കാൻ സാധ്യമല്ല. ഞാൻ പറഞ്ഞുതരാം, എല്ലാം ഞാൻ പറഞ്ഞുതരാം. എല്ലാവരും എന്റെ കൂടെ വരൂ, വരൂ, കമോൺ. ജീവൻ പണയം വെച്ച് ഭീകരനെ കൊന്നു എന്ന് അവകാശപ്പെടുന്ന ധീരന്മാർക്ക് ഒരു ലോക്കൽ കള്ളന്റെ രോമം പോലും തൊടാൻ പറ്റിയില്ല. പത്രക്കാരുടെ മുമ്പിൽ വെച്ച് തെണ്ടി എന്നെ വിളിച്ചധിക്ഷേപിച്ചവർക്കുള്ള എന്റെ മറുപടി കൂടിയാണിത്. വായടയ്ക്കൂ, പണിയെടുക്കൂ. അതാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. ഞാൻ പണിയെടുത്തു. എന്റെ ബുദ്ധിയും ശക്തിയും ഉപയോഗിച്ച് ഈനാശുവിനെ ഞാൻ വലയിലാക്കി. ആളാവരുത് ഭാസ്കര, നിനക്ക് ജോലി തിരിച്ചു കിട്ടും. ഈ ഭാഗ്യനാഥന്റെ ദയവുണ്ട്. എന്താ നോക്കിക്കുന്നത്? വരൂ പ്ലീസ്, എല്ലാവരും അകത്തേക്ക് വരൂ. കണ്ണുള്ളവർ കാണൂ, ഈനാശുവിനെ കാണൂ. മൂന്നാല് ആളുകൾ വന്ന് എന്നെ കെട്ടിയിട്ട് ഈനാശുവിനെ പിടിച്ചോണ്ട് പോയി. അവനെ കൊക്കയിലെറിഞ്ഞു കൊല്ലൂന്ന് പറഞ്ഞു. ഒരു സബ് ഇൻസ്പെക്ടറുടെ വിജയം എന്ന തലക്കെട്ടോട് കൂടി പത്രത്തിൽ വാർത്ത കൊടുക്കാം അല്ലേ സാർ? ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും. എനിക്ക് ജോലി വേണ്ട, പക്ഷെ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി നീ ഈനാശുവിനെ കൊല്ലിക്കരുതായിരുന്നു. ഞാൻ കൊല്ലിച്ചെന്നോ? വേഷം കെട്ടി കൊടുക്കണ്ട. നീ ശട്ടം കെട്ടിയ ആളുകളാണ് ഈനാശുവിനെ കൂട്ടിക്കൊണ്ടുപോയത്. ഇനി ഒന്നേ അറിയാനുള്ളൂ, ഈനാശുവിനെ ഏത് കൊക്കയിലേക്കാണ് നീ വലിച്ചെറിഞ്ഞത്? വയനാട്ടിലോ വാൾപ്പാറയിലോ? ഭാസ്കരൻ, ഞാൻ പത്രക്കാരോട് ഉപയോഗിക്കേണ്ടിരുന്ന ഭാഷ തെണ്ടി എന്നായിരുന്നില്ല. കാക്കി വേഷം ധരിച്ച കാട്ടാളൻ, അതാണ് നീ. ഭാസ്കരൻ, ഞാൻ ഈനാശുവിനെ കൊന്നിട്ടില്ല. കൊന്നു. അല്ല, ഈനാശുവിനെ ആര് കൊന്നു എനിക്കറിയാം. 25 ലക്ഷം രൂപ കട്ടതും അവര് തന്നെയാണ്. അവന്മാര് തന്നെയാണ് എന്റെ ഈനാശുവിനെ കൊന്നത്. ഞങ്ങൾ സാധാ കള്ളന്മാരുടെ മേൽ കുതിര കയറാനേ നിങ്ങൾ പോലീസുകാർക്ക് കഴിയും. വലിയ കള്ളന്മാരെ നിങ്ങൾക്ക് ഭയമാണ്. നിങ്ങൾക്കൊരു പുണ്ണാക്ക് ഒരു ചെയ്യാൻ കഴിയില്ല. ഞാൻ അവരെ കാട്ടിക്കൊടുത്താ പിന്നെ എന്റെ കഴുത്തിന് മേൽ തല കാണില്ല. കമ്മാര, ഇത് ഞങ്ങളുടെ എല്ലാം നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. തനിക്ക് മാത്രം ഇപ്പൊ ഞങ്ങളെ സഹായിക്കാൻ പറ്റൂ. എന്റെ ജീവന് സംരക്ഷണം ഉറപ്പു തരാമെന്ന് ഏറ്റാൽ യഥാർത്ഥ കള്ളന്മാരെ ഞാൻ കാണിച്ചു തരാം. കമ്മാരൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞങ്ങൾ എല്ലാവരും കമ്മാരന്റെ കൂടെ ഉണ്ടാവും. എല്ലാ സന്നാഹങ്ങളും ഉപയോഗിച്ച് കമ്മാരനെ ഞങ്ങൾ സംരക്ഷിച്ചോളാം. പറ, ആരാണവർ? വണ്ടി നിർത്ത, വണ്ടി നിർത്ത. സാറേ, ജീപ്പിന്റെ പുറകിലുള്ള കാറൊന്ന് ചെക്ക് ചെയ്താട്ടെ.
ലക്ഷം രൂപ പിരിക്കാൻ ഞാനും എന്റെ അനുയായികളും ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. ആ പണം പാർട്ടി ഫണ്ടിലേക്കെന്നും പറഞ്ഞ് ഡൽഹിയിലേക്ക് അയച്ചു കൊടുക്കാൻ എനിക്ക് മനസ്സ് വന്നില്ല. അയച്ചു കൊടുത്താൽ അത് അവിടെയുള്ളവന്മാര് വിഴുങ്ങും. അതുകൊണ്ടാ എന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം എന്റെ ശിഷ്യന്മാരെ കൊണ്ട് ഞാൻ പറഞ്ഞു കൊടുത്ത് മോഷ്ടിപ്പിച്ചത്. രാഷ്ട്രീയ മോഷണ ചരിത്രത്തിൽ ഇതൊരു പുതിയ ടെക്നിക്കല്ലേ? പുതിയ ടെക്നിക്കല്ലേ? ഈനാശുവിന്റെ ഡെഡ് ബോഡി എവിടെ? എനിക്ക് എന്തിനാ ഈനാശുവിന്റെ ഡെഡ് ബോഡി? സുഹൃത്തെ, ഞാൻ ആരെയും കൊന്നിട്ടില്ല. കൊല്ലാൻ സാധിച്ചില്ല എന്ന് പറയുന്നതല്ലേ എന്റെ ശരി. സ്റ്റേഷനിൽ ഹാജരാവാതിരിക്കാൻ വേണ്ടി ഈനാശുവിനെ കൊല്ലാൻ തന്റെ വാടക ഗുണ്ടകളോട് താൻ തന്നെ നിർദ്ദേശം കൊടുത്തില്ലടോ. അതിനു മുമ്പ് ഈനാശുവിനെ ഞാൻ കൊന്നു. എന്നിട്ട് അവനെ ഞാൻ ജീവിപ്പിച്ചു. ഈനാശു അത് ആട്ടോയിലുണ്ട്. ഈനാശു സാറിന്റെ വീട്ടിൽ നിന്ന് അവനെ പൊക്കിയത് എന്റെ കൂട്ടുകാരാ. കമാര, ഇതൊന്ന് തുറക്ക്, ഞാൻ നിന്നെ പാർട്ടി മെമ്പർ ആക്കാം. വേണ്ട. 7-ാം തീയതിയിലെ സൂര്യൻ ഇപ്പോഴും അസ്തമിച്ചിട്ടില്ല. എങ്ങനെയായിരുന്നാലും ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കപ്പെട്ടിരിക്കുന്നു. 25 ലക്ഷത്തിന്റെ കള്ളൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. ഇനി നിനക്ക് വല്ലതും പറയാനുണ്ടോ? ബാർബറെ വിളിച്ചോളൂ. എന്റെ പാതി മീശ എടുക്കാൻ ബാർബറെ വിളിച്ചോളൂ എന്ന്. ആരെങ്കിലും പോയി ബാർബർ സുഗുനെ വിളിച്ചോണ്ട് വാ. വേണ്ട ചായ, ഇവന്റെ ഈ സമ്മതം മാത്രം മതി എനിക്ക്. മീശ എവിടെ ഇരുന്നോട്ടെ. ഭാഗ്യനാഥ, മത്സരമൊക്കെ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിന് മുമ്പ് KV ഭാസ്കരനും VC ഭാഗ്യനാഥനും നല്ല സുഹൃത്തുക്കളായിരുന്നു. ഇടയിൽ സംഭവിച്ചതൊക്കെ നമുക്ക് മറക്കാൻ ശ്രമിച്ചൂടെ? ഞാൻ മറന്നു കഴിഞ്ഞു ഭാസ്കര. മാത്രമല്ല, നീ തോറ്റിട്ടില്ലെന്നറിയുമ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളിനോട് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ടെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്താ എന്താ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞത്? വിവരങ്ങളൊക്കെ ഭാസ്കരൻ പറയും. ചില നിർണായക തീരുമാനങ്ങൾ എടുക്കാനുണ്ട്. എന്ത് തീരുമാനം വേണമെങ്കിലും എടുത്തോ. ആദ്യം ആ കാസറ്റ് ഇങ്ങോട്ടാ. കാസറ്റ് എന്നേ ഞാൻ തീയിലിട്ട് കത്തിച്ചു കളഞ്ഞു. നേരാണോ? ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, എനിക്കെന്റെ ജോലി തിരിച്ചു കിട്ടും. അഞ്ജുവിനെ എനിക്ക് അത് ശരി. ആ വെള്ളം മോനങ്ങ് വാങ്ങി വെച്ചേരെ. കേറി വേണ്ടിയല്ലേ? എന്താണ് നോക്കി നിൽക്കുന്നത്? നീ ഇത് കാണുന്നില്ലേ? അമ്മാവ, വ്യക്തിപരമായ കാര്യങ്ങളിൽ പോലീസ് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ് സർക്കാരിന്റെ പുതിയ നയം. പക്ഷെ ഇവിടെ ഞാൻ ഇടപെടും. കാരണം ഇതാണ് ന്യായം, ഇതാണ് അതിന്റെ ശരി. എന്താകന്മാരാ? അതെ സാർ. ഒരു മിനിറ്റ് ഭാസ്കര, ഫാമിലി ഒക്കെ ആയ സ്ഥിതിക്ക് എന്റെ വീട്ടിൽ നമ്മൾ ഒന്നിച്ച് താമസിക്കുക എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടായിരിക്കും. വളരെ ശരിയാ. അച്ചായൻ ഒറ്റക്കല്ലേ ഉള്ളൂ. വേറൊരു വീട് വാടകയ്ക്ക് എടുത്ത് അച്ചായൻ ഇന്ന് തന്നെ മാറിക്കോ.